ജമാഅത്ത് കൈവിട്ട് അങ്ങോട്ട് പോയപ്പോൾ CPM ഒരു ഹിന്ദു പാർട്ടിയാക്കാൻ ഒരു ശ്രമം. അതെല്ലാം അവരുടെ തന്ത്രങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ CPMന് ആ പണ്ട് കാലത്ത് ഒരു ഐഡിയോളജിക്കൽ റൂട്ടിങ്ങോ പണ്ട് കാലത്ത് ജനങ്ങൾക്ക് വേണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ അതൊന്നും CPMന് ഇപ്പോൾ ഇല്ല. ഇതൊരു പുതിയ CPM ആണ്. ഇതിൽ കോൺഗ്രസും CPMനും ഞാനൊരു വ്യത്യാസം കാണുന്നില്ല. ഇവിടെയുണ്ട് അഴിമതി, അവിടെയുണ്ട് അഴിമതി, ഇവിടെയുണ്ട് കുടുംബം, അവിടെയുണ്ട് കുടുംബം, ഇവിടെയുണ്ട് പ്രീണനം, അവിടെയുണ്ട് പ്രീണനം. അപ്പം ഞാൻ രണ്ട് പാർട്ടിയും ഒന്നായിട്ടാണ് കാണുന്നത്. അവരെ ഞങ്ങൾ പാർട്ടി ഒരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട്, കുറുവ സംഘം. അവരെ കുറുവ സംഘമായിട്ട് ഞങ്ങൾ കാണുന്നു. അവിടെ കൊള്ള നടന്നിട്ടുണ്ട്. ആ കൊള്ളേൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു. ആ രാഷ്ട്രീയ സംസ്കാരം എവിടെ നിന്ന് തുടങ്ങി, ആര് തുടങ്ങി, ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ വഴി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വീഴ്ച ആയിരുന്നില്ല എന്ന് അന്ന് പറഞ്ഞതാണ്. ഇന്ന് അതിൻ്റെ കൃത്യമായ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. CPM കവറപ്പ് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല, ഞങ്ങൾ സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്നു, എന്തുകൊണ്ട് സോണിയാഗാന്ധിൻ്റെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നു, ആൻ്റണിയും ബെനാനും പിന്നെ അടൂർ പ്രകാശ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ സുഹൃത്തുമാണ്, അതെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി കണ്ടുപിടിക്കണം. അല്ല, ഇൻവെസ്റ്റിഗേഷൻ വഴി ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു നിലപാടില്ല. ഞങ്ങളുടെ നിലപാട് ആദ്യത്തെ ദിവസം ആദ്യത്തെ പ്രസ് കോൺഫറൻസ് പറഞ്ഞ കാര്യം ഇന്ന് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞതാണ് സത്യമായിട്ട് ഇന്ന് വരുന്നത്. എന്താണ് ഞങ്ങൾ പറഞ്ഞത്? ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, ദല്ലാൽമാരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദല്ലാലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ പിന്തുണ സഹായിക്കുന്നതും അദ്ദേഹത്തിന് പ്രോത്സാഹിക്കുന്നതും അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടിയെന്ന ആര് വഴിയാണ്? അതൊരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ വഴിയല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു അഭിപ്രായമുണ്ട്, അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അഭിപ്രായം ഞാൻ ഒരു രണ്ട് വാക്ക് പറയുന്നു. അഭിപ്രായം, ഈ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ, ദേവസ്വം ബോർഡിന്റെ ഈ നടക്കുന്ന പൊളിറ്റിക്കൽ കൾച്ചർ കഴിഞ്ഞ 10 കൊല്ലം തുടങ്ങിയതല്ല. ഇത് കുറച്ച് കൊല്ലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് എവിടെ തുടങ്ങി, ആര് തുടങ്ങി, എങ്ങനെ തുടങ്ങി, അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ അതുകൊണ്ടല്ലേ BJP ആദ്യം മുതൽ പറഞ്ഞ് 30 കൊല്ലം വിജിലൻസ് റിപ്പോർട്ട് പുറത്തിറക്കണം, 30 കൊല്ലത്തിന്റെ ഓഡിറ്റ് നടക്കണം, എല്ലാ അമ്പലത്തിന്റെ ഓഡിറ്റ് നടക്കണം, ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് നടക്കണം. ആദ്യം മുതൽ ഇതല്ലേ പറഞ്ഞു. ഇതൊന്നും ചെയ്യുന്നില്ല. ഇതിനെ കുറിച്ച് കോൺഗ്രസും സംസാരിക്കുന്നില്ല.